എല്ലാ മനുഷ്യരും വളരെ സ്നേഹത്തോടെ ചെയ്യുകയും അടുത്തുള്ള ആൾക്കാരോട് ഭയങ്കര സൗഹൃദത്തോടെ പെരുമാറുകയും നന്മ നന്മ എന്ന ക്വാളിറ്റി, നന്മ എന്ന ഒരു ഗുണം വളരെ സമ്പൂർണമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സങ്കല്പിക്കാനാണ്. അവിടെ ചിലപ്പോൾ രാഷ്ട്രീയം അപ്രസക്തമായിരിക്കും. അപ്പം സങ്കല്പത്തില് ഈ സങ്കല്പം ഒരാളുടെ ഒരു ഭയങ്കര മോഹം പോലെയാണ് ആ സങ്കല്പം. കാരണം നന്മ ആരുടെ നന്മയാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോ ഒരു നന്മ ഒരു മോഹസ്വപ്നം പോലെയുള്ള ഒരു സാധനമാണ് മനസ്സിലാവും. അപ്പൊ ആരുടെ നന്മ എന്നുള്ളത് ചോദിക്കുമ്പോൾ വീണ്ടും അത് എന്താണ് നന്മ എന്നുള്ള ചോദ്യത്തിലേക്ക് അത് പോകും. എന്താണ് ധാർമ്മികത എന്നുള്ള ചോദ്യം തൊട്ടടുത്ത ചോദ്യം. ധാർമ്മികത എന്നുള്ള ഒരു ഇന്ന് നമ്മൾ തൊട്ടു മുമ്പേ കഴിഞ്ഞു പോയി തോന്നുന്നു ധാർമ്മികതയുടെ കാലം. തൊട്ടുമുമ്പുള്ള ധാർമ്മികത എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ധാർമ്മികതയാണ്. അതായത് മനുഷ്യർ ഒന്നിച്ച് താമസിക്കുമ്പോൾ അതിന് സമൂഹം എന്ന് വിളിക്കുകയാണെങ്കിൽ, സമൂഹം എന്നാൽ ഒരു മെറ്റീരിയലായിട്ട് യാതൊരു എവിഡൻസ് ഇല്ലാത്ത സമൂഹം എന്ന നിലയ്ക്ക് ആശയങ്ങൾ പ്രതലം ഇടപെടലുകൾ ഒക്കെയുള്ള ഒരു കൂട്ടമായ ജീവിതം. ആ ജീവിതത്തിൽ ഈ ധാർമ്മികതയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചില ബന്ധത്തിന്റെ സ്വഭാവം കരാറ് പോലെയുള്ള ബന്ധമായിരുന്നു. പക്ഷെ അപ്പോഴും കരാറിന്റെ അകത്ത്, കരാറിന്റെ ഉള്ളിൽ കരാറേതരമായിട്ടുള്ള ഒരു തത്വമായിട്ട് ഒരു ഗുണമായിട്ട് ഉള്ള ഒരു പ്രത്യേക ഒരു ഇമ്മെറ്റീരിയലായുള്ള ഒരു ക്വാളിറ്റിയാണ് പിന്നീട് ധാർമ്മികതയായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് അങ്ങനെ വായിച്ചു കേട്ടു. അപ്പൊ ഈ സൊസൈറ്റി ഉണ്ടാകുന്നതോടൊപ്പം ഉള്ള ഒരു സാധനമാണ്. അപ്പൊ തന്നെ അവിടെ ഈ സൊസൈറ്റിയിൽ പരസ്പരം ഉത്തരവാദിത്വം ഉണ്ടാവുക, കടമയുണ്ടാവുക എന്നുള്ള ഒരു വളരെ പൊതുസമിതി പോലെ എടുത്തുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ധാർമ്മികമായി ആക്ട് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ധാർമ്മികമായി ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ധാർമ്മികതയെ കുറിച്ച് അറിയുക എന്നുള്ള ചോദ്യം. അപ്പോ അതിനുള്ള ഒരു വഴി ജ്ഞാനത്തിന്റെ മാർഗമാണ്. എന്താണ് ധാർമ്മികത എന്ന് അതിന്റെ പ്രയോഗത്തിലും അതിന്റെ സങ്കല്പത്തിലും ഒക്കെയുള്ള പല കാര്യങ്ങളും ജ്ഞാനം വഴി, അറിവുണ്ടാക്കുന്ന രീതി വഴി അറിയുക. ഞാൻ അതിനൊരു ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നതാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അതിനെ പ്രമാണം എന്ന് വിളിക്കാം. പക്ഷെ ആ പ്രമാണത്തെ നോക്കുമ്പോൾ ആ പ്രമാണത്തിൻ്റെ അകത്ത് ഒരുപാട് മുൻധാരണകളുണ്ടാവും. അപ്പൊ അതിന്റെ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അനന്തമായ പ്രമാണങ്ങളിലൊക്കെ മുൻധാരണകൾ ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളത്, എങ്ങനെയാണ് ധാർമ്മികത സ്ഥാപിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ തന്നെ ഈ അറിവിന്റെ മേഖലയിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരാത്ത ശൃംഖല, മുൻധാരണകളുടെ വലിയ ശൃംഖലകളുള്ള സ്ഥിതിക്ക് വേറൊരു സാമർത്ഥ്യത്തിലൂടെ നോക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. വളരെ വ്യക്തവും നേരിട്ടറിയുന്നതും ഒരു സംശയവും ആർക്കും തോന്നാത്ത ഒരു സാധനത്തെ അടിസ്ഥാനമാക്കി ഈ അറിവിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കാം എന്നുള്ളത്. അതുപോലെയുള്ള ഒരു ശ്രമമാണ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പറയുന്നു. കാരണം പെട്ടെന്ന് എല്ലാവർക്കും വളരെ കോമൺ സെൻസിക്കലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഉണ്ട്. അപ്പൊ ഉടൻ തന്നെ വേറെ ആർക്കും ചോദിക്കാം, ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് പറയാം.
അതോടെ അതിൻ്റെ ഒരു ദൃഢത കുറഞ്ഞു. വേറൊരാൾക്ക് പറയാം, ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്നത് ഒരു പ്രത്യേക പ്രസ്താവനയാണ്, ഒരു പൊതു അല്ലെങ്കിൽ സാമാന്യ പ്രസ്താവനയല്ല. പൊതു പ്രത്യേക പ്രസ്താവനയുടെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഈ താർക്കികമായിട്ട് പ്രത്യേക പ്രസ്താവനകളിൽ നിന്ന് സാമാന്യ പ്രസ്താവനകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആ നിലയ്ക്കും അതിന്റെ വലിയൊരു ബലം നൽകുന്ന തർക്കം എന്ന സാധനം ഈ സപ്പോർട്ടിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട്. വേറൊരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ചാലും ധാർമ്മികം എന്താണെന്ന് മനസ്സിലാവില്ല. ധാർമ്മികമായി പ്രവർത്തിക്കാൻ പറ്റില്ല. ധാർമ്മികത എന്താണെന്ന് നിങ്ങൾക്ക് എത്ര മനസ്സിലായാലും ധാർമ്മിക പ്രവർത്തിക്കാൻ മാത്രമല്ല, ഒരാൾ ധാർമ്മികമായി പ്രവർത്തിച്ചാൽ അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ ധാർമ്മികതയെ സെൻസ് ചെയ്യാനോ ഉള്ള ഒരു കഴിവ് ഈ അറിവിന്റെ അല്ല. അത് ഫീൽ ചെയ്യുന്നു. ഒരാൾ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ആക്ട് നല്ലതാണെന്ന് എനിക്ക് വൈകാരികമായി എന്നിൽ തോന്നിപ്പിക്കുകയാണ്. ഈ രീതിയിൽ നോക്കുമ്പോൾ ധാർമ്മികത വളരെ ആത്മനിഷ്ഠം. കാരണം എന്നിൽ തോന്നുന്നത് എല്ലാവർക്കും അധികമായി തോന്നുന്നത്, എല്ലാവർക്കും തോന്നുന്നില്ല. ഓരോരുത്തരും ഓരോ മനുഷ്യരും ഓരോ വളരെ സമൂലമായി മൗലികമായി വ്യത്യസ്തമായ ഏകകങ്ങളായ സ്ഥിതിക്ക് എനിക്ക് തോന്നിയത് മറ്റൊരാൾക്ക് തോന്നുന്നില്ല, അത് വേറൊരാൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ ഒരു ഫീൽ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞ ധാർമ്മികത പൊതുവിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബാധിക്കുമ്പോൾ ആ ചിന്തയുടെ ഡിഫൻസ്, ആ ചിന്തയെ കൂടുതൽ സഹായിക്കുന്ന വേറൊരു വാദം എടുക്കാം. ഇത് ഓരോ ഏകങ്ങളിൽ വ്യത്യസ്തമല്ല. ഫീൽ ചെയ്യുക എന്നുള്ളത് പരിണാമത്തിന്റെ ഒരു നേരത്തെ പറഞ്ഞ ജനറ്റിക്കൽ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. പരിണാമത്തിന്റെ യുക്തിയിൽ നോക്കുമ്പോഴും അത് ശരിയാവണമെന്നില്ല. കാരണം പരിണാമം, ആദ്യം പറഞ്ഞ പരിണാമത്തിൽ ഒരു വംശത്തിന്റെ ഗുണം ആ വംശത്തിലെ മെമ്പർക്ക് കൊടുക്കുന്നില്ല. 10 ആൾ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കുറേ ജന്തുക്കൾ വെച്ചിട്ടായിരിക്കും ആ ജന്തുക്കൾ സർവൈവ് ചെയ്യും. അപ്പം ഈ ഗുണം അങ്ങനെ ഒരു ധാർമ്മികമായി തന്നെ അല്ല അത് ഈ പരിണാമത്തിൽ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ധാർമ്മികമായി വലിച്ചു നീട്ടിയൊക്കെയാണ് ഈ സ്ഥലം പറഞ്ഞതിലേക്ക് എത്തിയിട്ടില്ല. അത് ആരുന്നല്ല. ഇപ്പോ പിന്നെ ഉള്ളൊരു ഈ വികാരമാണ് അടിസ്ഥാനമുള്ള. ഇപ്പൊ ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ ഒരു വെറും വികാരമാണെങ്കിൽ അത് നിലനിൽക്കില്ലാന്ന് തോന്നാം. അപ്പൊ വികാരവും അറിവും ചേർന്നിട്ട്, അതായത് ഒരു ധാർമ്മികത എന്താണെന്നുള്ള ഒരു 90% അല്ലെങ്കിൽ 95% കാര്യങ്ങൾ അറിവിലൂടെ നടത്തുകയും അവസാനം ഇത് ധാർമ്മികമാണ് എന്നുള്ളത് തീരുമാനം മാത്രം വൈകാരികമാകും. പക്ഷെ ആ തീരുമാനത്തിൽ മാത്രമാണ് ഈ ധാർമ്മികത ഉള്ളൂ, അല്ലെങ്കിൽ വൈകാരികമായ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികത. ഇവിടെയും ഒരു പ്രശ്നം ഉണ്ടാവുക, താർക്കികമായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വിധി പ്രസ്താവം ഒരിക്കലും ഒരു നിഗമനത്തിന് ഉപയോഗിക്കുന്ന പ്രമിസ്ഥിൽ പെടില്ല. അതിലേക്കും അത് അടിസ്ഥാനമില്ല. ചൂടി വേറെ അറിവിന്റെ വേറെയോ ചില അറിവിലൂടെ നമുക്ക് ധാർമ്മികത തിരിച്ചറിയാൻ പറ്റുന്നതിന്
ബുദ്ധിമുട്ടിക്കുന്ന വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ 2-3 പ്രശ്നങ്ങൾ പറയാം. ഒന്ന്, ഈ നമുക്ക് നേരിട്ട് മനസ്സിലാവുമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ചതുരം കണ്ടാൽ നമുക്ക് നേരിട്ട് കണ്ടാൽ അറിയാതെ അതൊരു ത്രികോണമല്ല. അങ്ങനെ 2 എന്നുള്ളത് 1-നേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് നേരിട്ടറിയാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസവും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരിക്കും നമ്മൾ ചതുരത്തിന്റെ പ്രിൻസിപ്പിളിനെ, ചന്ദ്രത്തിന്റെ തത്വത്തെയാണ് തിരിച്ചറിയുന്നത്. ത്രികോണത്തിന്റെ തത്വത്തെയാണ് തിരിച്ചറിയുന്നത്. നമ്പർ എന്ന തത്വത്തെയാണ് തിരിച്ചറിയുന്നത്. അപ്പോഴും നേരിട്ടുള്ള ആ ഒരു അറിവുണ്ടാവുന്നില്ല. പിന്നെ ഈ അറിവ് എന്നുള്ളത് വളരെ പൊതുസമ്മതിയോടെ അല്ലെങ്കിൽ ഒരു ഭാവനയുടെ ഒരു തലം അതിലുണ്ട് എന്ന് തെളിയിക്കുന്ന വേറൊരു സീനോന്റെ പാരഡോക്സും സീനോന്റെ പാരഡോക്സ്. അമ്പ് ഏത് കഴിഞ്ഞിട്ട് ഏത് കഴിഞ്ഞാലും അമ്പ് എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ചലിക്കുമെന്നുള്ളത് എവിടെ പോയി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ചലനം പലരും നമ്മൾ കാണുന്നുണ്ട്. സീന ചോദിക്കുന്നു, പിന്നെ അത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ, അതായത് ഈ ചലനത്തിന്റെ അമ്പിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തിന്റെ പകുതി സമയം കൊണ്ട് പോയി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ പകുതി സമയം കൊണ്ട് പകുതി ദൂരം പോയി എന്നുള്ളത്, അപ്പോ സീന കേൾക്കുന്നു എപ്പോഴാണ് പോയത്, മുമ്പാണ് പോയത്. മുമ്പ് ഒന്നും പോവില്ല, പാസ്റ്റിലൊന്നും പോയി ചലനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോകാൻ പോവുകയാണോ, ഭാവിയിലാണോ, ഭാവിയെ ചലിച്ച് തുടങ്ങിയില്ലല്ലോ. പിന്നെ വർത്തമാനത്തിലാണ്. വർത്തമാനം ഒരു സൂക്ഷ്മ ബിന്ദു പോലെയാണ്, അവിടെ ചലിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഈ ചലനം മുഴുവൻ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട അറിവിന്റെ ഇതിൽ പോലും എത്രമാത്രം ഭാവനയും ഉണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് സീനോന്റെ പാരഡോക്സ് തോന്നി. അപ്പൊ ഈ അറിവും വികാരവും അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മികതയെക്കുറിച്ച് ഉള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി വിജയിക്കുന്നില്ല എന്ന് തോന്നി, കൃത്യമായി ഫലം കാണുന്നില്ല എന്ന് തോന്നി. വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോ പറഞ്ഞത് കരാറിന്റെ അടിയിൽ നിന്ന് ധാർമ്മികത അടുത്ത കാലം വരെ ധാർമ്മികമായി ലോകത്തിൽ വളരെ നന്നായിട്ട് അത് ചിന്തിക്കാനും പറയാനും പ്രയോഗത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടം ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള, ആഗോളീകരണത്തിന് ശേഷം ഉണ്ടായുള്ള ജീവിതം ഈ ധാർമ്മികമായി പ്രവർത്തിക്കാനും ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കാനും ആരാണ് ഉള്ളത് എന്നുള്ളതാണ്. ആരാണ് നാട്ടിലുള്ളത്? ഈ ഉള്ള ആരാണെന്നുള്ളത്, ഉള്ള ശരീരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ആ ശരീരം ശരിക്കുമല്ല, ആ ശരീരം ഈ ആഗോളീകരണത്താൽ ബാധിക്കപ്പെട്ട് നമ്മുടെ ജീവിതം മുഴുവൻ മാർക്കറ്റിന്റെയും പറ്റുമല്ല ആഗോളീകരണത്തിന്റെ ഭാഗമായി വന്ന ന്യൂലിബറൽ കാര്യങ്ങളിലും ചിതറിപ്പോയിട്ടുള്ള ഒരു ശരീരത്തിന്റെ സബ്ജക്റ്റുകളും അതിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ, അത് ഈ ശരീരത്തിലെ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടാവാം. സബ്ജക്റ്റുകൾ നമ്മൾ പല രീതിയിൽ നമ്മളെ സാമൂഹിക ജീവിതത്തിലും പലതരം കാര്യങ്ങളുടെയും സ്വയം സൃഷ്ടിച്ചതുമായിട്ടുള്ള പലതരം ആരോപിക്കപ്പെട്ടതും സ്വയം വിചാരിക്കുന്നതൊക്കെയായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങൾ, അച്ഛൻ, അമ്മ, കലാകാരൻ, നോവലിസ്റ്റ്, അങ്ങനെ പലതും. പിന്നെ അതിന്റെ പുറകിൽ ഒരു ജന്തു എന്നുള്ള നിലയ്ക്കുള്ള അതിൻ്റെ അകത്തുള്ള ജന്തു വികാരങ്ങളുടെ ഒരു പ്രീസബ്ജക്റ്റീവ് വിഷയിക്ക് മുമ്പുള്ള ഒരു കാര്യം ഒക്കെയുള്ള ഈ ശരീരത്തിന്റെ അകത്ത് ഇന്ന് ലോകത്തിൽ ആഗോളീകൃത ലോകവുമായി ബന്ധപ്പെടുന്ന വശം കൊണ്ടത് ഒരു വ്യക്തി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന
ശരീരത്തിലുള്ള ഒരു ഫ്രണ്ട് ഓഫീസാണ്. ഈ ഫ്രണ്ട് ഓഫീസ് എക്കണോമിക്കലി സോഷ്യലി ഒക്കെ മാനേജ് ചെയ്യും. പക്ഷെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ് വിളിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ആളെ ധാർമ്മികമായിട്ട് ചിന്തിപ്പിക്കാനോ ധാർമ്മികത പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ധാർമ്മികമായ ലോകത്തെ കുറിച്ച് ആലോചിക്കാനോ ആദ്യം വേണ്ടി വരിക ഈ സമകാലിക ചരിത്രത്തിന്റെ പുറത്ത് കടക്കും. ഈ വർത്തമാനകാല ചരിത്രത്തിന്റെ പുറത്ത് കടക്കേണ്ടി വരും. അതിന് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഈ അതാണ് വ്യക്തം വെച്ചാൽ ഈ ശരീരത്തിന്റെ അകത്തുള്ള ആന്റി സബ്ജക്റ്റുകൾ വിഷയ വിരുദ്ധ വിഷയങ്ങളുണ്ട്. അവരായിരിക്കും നടക്കുന്നത്. അവർക്ക് ചെയ്യാനുണ്ടാവുന്നത് ഈ ധാർമ്മികതയെ സർഗാത്മകമായി കണ്ടെത്തുക എന്നായിരിക്കും. ധാർമ്മികതയെ സർഗാത്മകമായി കണ്ടെത്തുക എന്നുള്ളത് ഒരു പൂർത്തീകരിച്ച പദ്ധതി പോലെ പറയാൻ കഴിയില്ല. അത് കുറെ സൂചനകൾ നൽകാൻ പറ്റും. അപ്പൊ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർ ജയശ്രീ ഇന്ന് ആരോഗ്യ പ്രവർത്തനം നടത്തിയ പോലെ അവർക്ക് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നടത്തുന്നു. കുറച്ച് വ്യത്യാസം കാര്യങ്ങൾ കുറച്ച് സർഗാത്മകമായി ഡെവലപ്പ് ചെയ്യണം. അടുത്ത നിമിഷം ഇങ്ങനെ ഓരോ ആക്ടും അടുത്ത ആക്ടില് അതാവരുത്. ഇതൊരു ഉദാഹരണം. പാട്ടുകാരനാണെങ്കിൽ പാട്ട് പാടുമ്പോൾ ഞാൻ ഒരു പാട്ട് പാടുമ്പോൾ ഒരു രാഗത്തിന്റെ ശീല പാടുമ്പോൾ നെക്സ്റ്റ് സെക്ടറിൽ അത് പാടുന്നു. അതിന്റെ അടുത്ത് അപ്പുറത്തിൽ അത് പാടുന്നു. ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ഡിഫറൻസിന്റെ റെപ്യൂട്ടേഷൻ വേണം. റിപ്പീറ്റ് ഡിഫറൻസിനെ ആയിരിക്കും, വ്യത്യാസത്തെ ആയിരിക്കാം ആവർത്തിക്കുന്നത്. ഒരു ചിത്രകാരനാണെങ്കിൽ ഒരു ചിത്രം വരച്ച് അതേ ചിത്രം പിന്നെ വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ പല രീതിയിൽ ഈ ലോകം മുഴുവൻ ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മളെല്ലാവരും തന്നെ ഒരുപാട് യന്ത്രങ്ങളുടെ അകത്ത് കൂടിയിട്ടുണ്ട്. മൊബൈലിനെ നമ്മൾ നോക്കുകയാണോ അറിയില്ല. ഈ നിലയിൽ പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ വാക്കുകൾക്ക് അർത്ഥം കിട്ടുന്നില്ല. കാരണം ഈ പൊതുസമ്മതിന്റെ അകത്തും ലോകങ്ങളൊരു പൊതുസമ്മതിന്റെ അകത്താണ്. അതിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ അവഗണിക്കപ്പെടും, ശക്തമായി കടന്നു പോയാൽ നിൽക്കപ്പെടും. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് പുറത്തു പോയി സമരം ചെയ്ത് ചെയ്യേണ്ട കാര്യത്തെക്കാൾ കൂടുതൽ ഈ വിഷയെ എങ്ങനെ അല്ലെങ്കിൽ ശരീരത്തെ അല്ലെങ്കിൽ ഈ ധാർമ്മികമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ള ശരീരത്തിനകത്തുള്ള വിഷയെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു കൂട്ട സബ്ജക്ടിവിറ്റികളായിട്ട്, കൂട്ട വ്യക്തികളല്ല, കൂട്ട പേഴ്സൺസ് അല്ല, പക്ഷെ ഈ ഒരു ആന്റി സബ്ജക്ടിവിറ്റി മാത്രമുള്ള അതിനെ കൂട്ടമായിട്ട് നിൽക്കാം എന്നുള്ളത് ആലോചിക്കലൂടെയും പിന്നെ ഈ പൊതുസമിതിക്കകത്ത് നിറയെ പൊതുവിസമ്മതികൾ ഉണ്ടാക്കുക, അതൊരു കെയോസ് പോലെ ഉണ്ടാവും. പക്ഷെ അതൊരു പഴയ കെയോസുമായി അനുകരിക്കില്ല. അതൊരു പ്രീ ഓർഡർ കെയോസ് പോലെ ആയിരിക്കില്ല. ഇതിനുള്ളൊരു ധാർമ്മിക അടിയന്തരാവസ്ഥ. അതുകൊണ്ട് നമുക്ക് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളൊരു at the expense of others way. Sir, പറയൂ. ധാർമ്മികമായി ജീവിക്കുക എന്നതൊരു ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളത് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതാണ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. ധാർമ്മികമായി ജീവിക്കുക ഈ ഒരു അടിയന്തരാവസ്ഥയുള്ളത് ആവാസ വ്യവസ്ഥയെ ഈ പറഞ്ഞതില് ആവാസ വ്യവസ്ഥനെ
നശിപ്പിച്ചത് സബ്ജക്ടിവിറ്റി നമ്മേക്കാമല്ലാതാവുന്ന ആകാൻ പ്രേരിപ്പിക്കപ്പെടുന്ന പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്ടിവിറ്റി അത് ധാർമ്മികത എങ്ങനെ ധാർമ്മികമാകണം എന്നതിനെ പറ്റിയിട്ടുള്ള ആകാംക്ഷ പുലർത്താത്ത വിപക്ഷ ആകാംക്ഷ പുലർത്താൻ പ്രേരിപ്പിക്കുന്ന സമീപസ്ഥായ സാഹചര്യങ്ങളില്ലാത്ത സബ്ജക്ടിവിറ്റി. അതേ ആളുടെ തന്നെ വിഷയി വിരുദ്ധ സബ്ജക്റ്റീവ് വിഷയ വിരുദ്ധ വിഷയി അവിടെയുള്ള ഒരു അവിടെ ഒരു കോമ്പിനേഷൻ കിടക്കുന്നത് എനിക്ക് തോന്നുകയാണ്, എനിക്കറിയില്ല. പിന്നെ വിഷയി എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഷയവൽക്കരണ വിരുദ്ധ വിഷയം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വിഷയവൽക്കരണ വിരുദ്ധ ആയ ഒന്നല്ലോ അതെങ്ങനെയാ അപ്പൊ വിഷയം? അതെങ്ങനെയാ ധാർമ്മികമോ ആവാൻ സാധ്യത? തെറ്ററിയില്ല, ആരല്ല എനിക്കറിയില്ല. അങ്ങനെ ആയിക്കോളണമെന്ന് ഇല്ല. ഒരു മനുഷ്യ ജീവി എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വെച്ചാല് വിഷയം സെൽഫ് എന്താന്നൊക്കെയുള്ളത് ഭയങ്കര കൺഫ്യൂഷനുള്ള സാധനങ്ങളാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്രയും ധൈര്യത്തിൽ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതായത് വിസാന്റെ വിഷയ്ക്ക് ഒരു ശരീരമുണ്ട്, വിഷയ്ക്ക് ഒരു ശരീരമുണ്ട്, ശരീരത്തിന് സെൽഫ് ഉണ്ടെന്നുള്ളതാണ് സാറിന്റെ. അതിന് തന്നെയാണ് വിഷയം എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ മോഡിഫിക്കേഷൻ എന്നൊരു സാധനം വരുന്നുണ്ട് ഒരു ജീവിയുടെ പ്രത്യേക കോണ്ടെക്സ്റ്റ്. അതേപോലെ ഈ വിഷയം വിരുദ്ധ വിഷയമാകാൻ വേണ്ടി തോന്നുന്നു. അതിന്റെ വിഷയം അതിനെ എതിർക്കുന്ന എന്റെ വിഷയം. അതപ്പോ എന്റെ വിഷയം എന്താണെന്ന് ചോദിക്കുന്നത്. എവിടെയാണ് നമുക്ക് പിന്നെ ഈ ജീവിക്ക് കുറച്ചുകൂടെ പറഞ്ഞ ധാർമ്മികമാകേണ്ടതിന്റെ സാധ്യതകളെ എവിടെയാണ് സർഗാത്മകമാക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് സർഗാത്മകമാകുന്നത്? ആരാണ് ഒരു ധാർമ്മിക മാറുന്നത്? സർഗാത്മക ശരീരമാണ്. ശരി. എക്സ്പ്ലെയിൻ ചെയ്യോ ഈ സർഗാത്മകമായിട്ടുള്ള അത് പറഞ്ഞിട്ടുള്ള ആ ഏരിയ കുറച്ചും കൂടെ അതെങ്ങനെയാണ് ധാർമ്മിക ആ ഏരിയയിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ. മറ്റേ ആവർത്തനം ഇതുണ്ട്, പക്ഷെ അത് ധാർമ്മികതയുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ആവുന്നത് ഉണ്ണിയുടെ ആ ഒരു പോയിന്റ് കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ. ധാർമ്മികമാവാനല്ല ഞാൻ ധാർമ്മികതയെ കുറിച്ച്. ധാർമ്മികത ഈ ഒരുതരം ചിതറിയ വിഷയങ്ങളുള്ള ഒരു ഇൻഡിവിജ്വലുള്ള ഫ്രണ്ട് ഓഫീസുള്ള ശരീരത്തിന് ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കാനുള്ള താല്പര്യമില്ല, അല്ല അറിയില്ല. കാരണം അത് ശ്രദ്ധിക്കില്ല. അത് റീൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ റീൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ മൊബൈൽ എടുത്ത് പുറത്തേക്ക് ഒരു ചെറിയ റോഡിലേക്ക് നടക്കുകയാണ്. അതാണ് അത് വഴി. നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം അയാള് സർഗാത്മകമായിട്ട് ഇതിനെങ്ങനെ ചെയ്യണമെന്നുള്ളത് സർഗാത്മകമായിട്ട് ഞാൻ ഈ സർഗാത്മകമായിട്ട് മറ്റേ സർഗാത്മകമായിട്ടും ആ ധാർമ്മികതയെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണം ആ ഏരിയ ഉണ്ടല്ലോ, പറഞ്ഞ ഏരിയ അത് നമ്മളിപ്പോ പ്രാക്ടീസ് അത് ചെയ്ത് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിനിപ്പോ ആ അപ്രോച്ച് അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അത് കൃത്യമായിട്ട് ഒരു അതിനൊരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല. അത് അല്ല, ഇത് രണ്ടും ഈ ധാർമ്മികതയും ഇതും കൂടി എവിടെയാണ് ഒരു എങ്ങനെയാണ് അതിന്റെ നസ്രത്തിലെ യുവാവ് എന്ന് അറിയപ്പെടുന്ന യേശു, ആദ്യകാല യേശു പോകുന്ന സമയത്ത് ഓരോന്ന് ചെയ്യാൻ സമയത്ത് കുറച്ച് ശിഷ്യന്മാർ കൂടെ ഉണ്ട്. അപ്പൊ എന്താ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചോ. അപ്പോ യേശു എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ഞാൻ ചിലവ് ചെയ്ത് അതുപോലെ ചെയ്തോളൂ.
അപ്പൊ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണോ വരുന്നത് ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ സമയത്തുള്ള സർഗാത്മക അത് വളരെ ഒരു അതാണ് ഈ റിപ്പീറ്റേറ്റീവ് അല്ലാത്തതുകൊണ്ട് റിപ്പീറ്റേറ്റീവ് അല്ലാത്ത ആ ഒരു സ്പോണ്ടേനിറ്റിയിലാണോ ആ പക്ഷെ അത് ഭയങ്കര സ്റ്റേബിളായി കേണ്ടത്. അതെ സ്റ്റേബിളായി അപ്പൊ ഞാൻ പറഞ്ഞ മ്യൂസിക്കിന്റെ കാര്യം മ്യൂസിക്കിലൊരു ഒരു രാഗത്തിന് അവതരിപ്പിക്കുന്ന ഒരു സ്ട്രെച്ച് പാടിയ ശേഷം നെക്സ്റ്റ് സ്ട്രെച്ച് അതിന്റെ പാടാൻ പാടില്ല, പക്ഷെ അതിന്റെ അടുത്ത് കൂടെ പാടും. അത് സ്റ്റെബിലിറ്റി ഉണ്ട്, അതേ രാഗം പാടുന്നത്. അല്ല അത് ഇത് എവിടെയാണ് കണക്ടിവിറ്റി സർഗാത്മകതയും താർവികതയും ഒന്നായിട്ടാണോ പറയുന്നത്? അതെ സൗന്ദര്യ ധാർമ്മിക സൗന്ദര്യ ധാർമ്മികതയും സൗന്ദര്യത്തിനെയും ധാർമ്മിക സൗന്ദര്യമായ കാര്യങ്ങള് സർഗാത്മകമായി കണ്ടെത്തൽ. ധാർമ്മിക ഡാഷ് സൗന്ദര്യം. അപ്പൊ ആ സ്ഥലത്ത് വരുമ്പോൾ ധാർമ്മികതയുടെ ഒരു ഡെഫിനിഷൻ പോലെ എന്താ വരിക? വർക്കിംഗ് ഡെഫിനിഷൻ വർക്കിംഗ് ഡെഫിനിഷൻ അത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള വർക്കിംഗ് ഡെഫിനിഷൻ. അത് നമ്മുടെ ആ ഒരു സ്പോണ്ടേനിറ്റി വരുന്നുണ്ട്. അത് ഒരുപാട് വെറും ഒരു പെട്ടെന്ന് നിലാവത്ത് പാട്ട് പോലെയല്ല സ്പോണ്ടേനിറ്റി. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ളതും കെയർ ചെയ്തുകൊണ്ടുള്ളതും വളരെ ഹോംവർക്ക് ചെയ്യാത്ത അല്ല വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. പ്രിപ്പയർഡ് അതിന് മനോധർമ്മം ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. അതിന് അറിവല്ല മുന്നുപാധിയാവില്ലേ? അപ്പൊ അതിന് അറിവ് ഒരു മുന്നുപാധിയാവില്ലേ? അതുപോലെ അതിനോട് വളരെ നെഗറ്റീവ് ഫിറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് കൺസിസ്റ്റൻസി ഉള്ള സാധനം ചെയ്യുന്നു. അറിവ് താന്ത്രികമാണെന്ന് പറയുന്നത് മോസ്റ്റ് ഏറ്റവും ചെയ്യുന്നതായിട്ടുള്ള കാര്യം ഭയങ്കരമായിട്ട് പിന്നെ അതിന്റെ അടിസ്ഥാനമില്ല, അത് ഗ്രൗണ്ട്ലെസ് അടിസ്ഥാനമില്ല. പക്ഷെ സർഗാത്മകത്തിന്റെ അറിവിനെ കൊടുക്കും. അറിവിന്റെ ഒരു ഭയങ്കര അതുപോലല്ലോ ക്രിയേറ്റിവിറ്റി മനോധർമ്മത്തിലേക്ക് ഉണ്ടല്ലോ. പ്രിപ്പയർഡ്നെസ്സില് അറിവ് ആരോഗ്യതാണല്ലോ. അറിവ് അറിവിന്റെ വികാരമൊക്കെ തന്നെ ഭയങ്കര വിഷയമുണ്ട്. ഇപ്പൊ കാരണം വികാരത്തെ കുറിച്ച് കുറെ അങ്ങനത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കമ്പാഷൻ വ്യത്യാസമുണ്ടല്ലോ. വികാരമാണോ അതെന്ന് തന്നെ ഞാൻ ചോദിക്കാം. വികാരമാണ്, പക്ഷെ കമ്പാഷൻ പോലെ വികാരമാണ്. കാരണം അതില് എല്ലാവരോടുള്ള നിസാർ പറഞ്ഞതും കോംപാഷൻ എന്നുള്ള കോംപാഷൻ, അതായത് ഉദ്ദേശിച്ചത് കോംപാഷൻ അല്ലല്ലോ, ഉദ്ദേശിച്ചത് ഇമോഷൻ അല്ലേ? ഇപ്പൊ ഇതിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അത് നേരത്തെ പറഞ്ഞില്ല. അത് അല്ല ഇല്ല, ഇമോഷനെ അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് ഇങ്ങനെ അത് വേറൊരു കാര്യം പറയാനായിരുന്നു. ഫീലിംഗിലൂടെ ധാർമ്മികത തിരിച്ചറിയുന്ന ഒരു ഇതിനെപ്പറ്റി പറഞ്ഞത് അവസാനം മൂന്നാമതായി പറഞ്ഞത് വ്യത്യസ്തമായിട്ട് ധാർമ്മികതയെ കണ്ടെത്താൻ ആളില്ലാത്തൊരു കാലത്തെ കഥയാണ് അവസാനം പറഞ്ഞു. കേട്ടപ്പോൾ പറയാനുള്ള ഒരു കാര്യം ഞാൻ കുറച്ചു മുമ്പ് എഴുതിയത് എന്റെ കയ്യിലുണ്ട്. ഒരു 2 പേരുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ആദ്യമായി തന്നെ ഈ ഉണ്ണി പറഞ്ഞു കേട്ടപ്പോൾ
എനിക്ക് അതിന് 2-3 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. ഒന്ന് അറിവിനെ കുറിച്ച് പറഞ്ഞു. അറിവ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ 24-ാമത്തെ വയസ്സിലാണ്, 24 വയസ്സായിരുന്നു, MA ചെയ്തപ്പോ എഴുതിയ ഡെസർട്ടേഷൻ ആണ് കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വർക്ക്. അപ്പൊ ആ വർക്കിന് ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ പാടില്ല എന്നതിന് എത്ര പഠിക്കണം, എത്ര സോഷ്യൽ സയൻസ് ആവശ്യമാണ്? ഒരാവശ്യമില്ല. ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ പാടില്ല എന്ന് ഒരാൾക്ക് തോന്നാൻ അത് അത്ര അബ്സർഡ് ആയിട്ടൊരു കാര്യമാണ് ജാതി വ്യവസ്ഥ. അതിന്റെ ഹിസ്റ്ററിയോ അതിന്റെ സോഷ്യോളജിയോ, കാരണം സോഷ്യോളജിയും ഹിസ്റ്ററിയൊക്കെ വരുന്നുണ്ട്. ഇതെന്തോ ചരിത്രപരമായി അനിവാര്യമായ എത്ര കണ്ടിജന്റ് ആണ് ജാതി ഉത്ഭവം എന്നാണ് ആ ഡെസിഗ്നേഷനിൽ പറയുന്നത്. എത്ര യാദൃച്ഛികമായിട്ടാണ് ജാതി ഉണ്ടായത് എന്നുള്ളതാണ് ആ ഡെസിഗ്നേഷനിൽ അംബേദ്കർ സ്ഥാപിക്കുന്നത്. അംബേദ്കർ പറയുന്നത് നാരായണൊരു ജനനവുമായിട്ടാണ് ജാതിയെ ബന്ധിപ്പിച്ചതെങ്കിൽ ഉണർന്നു പറഞ്ഞെല്ലാം മലിനമാവും. മരണമായിട്ടാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞത് സജാതീയ ഗോത്രങ്ങളിൽ എണ്ണം, ആണിന്റെ പെണ്ണിന്റെ എണ്ണം കണക്കാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ വിധവകളെ വിവാഹം ചെയ്യാൻ പാടില്ല. പുരുഷന്മാര് ഈ കമ്മ്യൂണിറ്റി പുറത്തുനിന്ന് കല്യാണം ഒഴിവാക്കണമെങ്കിൽ ചൈൽഡ് മാരേജ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഈ എണ്ണം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ജാതിയുടെ ഉൽപ്പത്തിയെ വളരെ കണ്ടിജന്റായ കാരണങ്ങളായി ഉണ്ടായ ജാതിയെ കുറിച്ചാണ് അംബേദ്കർ പറയുന്നത്. ഈ അടുത്ത കാലത്ത് വായിച്ച വേറൊരു വർക്കാണ് പ്രാക്ടീസിങ് കാസ്റ്റ് ഓൺ ടച്ചിങ് ആൻഡ് നോൺ ടച്ചിങ് ഒക്കെ അനികേത് ജാവരയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് ഉദയകുമാർ EPW ഇംഗ്ലീഷിലും അന്യോന്യമാരുടെ മാസികയിൽ മലയാളത്തിലും 2 റിവ്യൂ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയ റിവ്യൂവില് ഓബ്ലിയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രയോഗം അനികേത് ജാവരെ നടത്തിയിട്ടുണ്ട്. ഓബ്ലിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിലെ ഉദയകുമാർ കൊടുത്തത് മറവി പിശക് എന്നാണ്. നമുക്ക് ഓർമ്മ പിശക് ഉണ്ടെങ്കിൽ മറവി പിശക് ഉണ്ടാകാവുന്നതാണ് ഓബ്ലിയറിംഗ്. ഭയങ്കര റാഡിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് അംബേദ്കർ ജാതിയെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ എനിക്ക് കാരണം എന്താ വെച്ചാൽ ജാതിയെ കുറിച്ച് നിങ്ങൾക്ക് പുതുതായി പഠിക്കണമെങ്കിൽ ഒരു കാരണവശാലും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്തതാണ് എന്റെ മലയാളം. ഇതുവരെ നടന്ന സോഷ്യോളജിക്കലും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള പഠനങ്ങളുടെ ഭാരം നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാവരുത്. ഒരു ക്രീച്ചർ എന്നുള്ള നിലയ്ക്ക്, ഒരു ജീവി എന്ന നിലയ്ക്ക് മനുഷ്യ ടച്ച് കൊണ്ടുപോകും. ഇപ്പൊ എനിക്ക് പൊതുവെ ഇന്ത്യൻ സോഷ്യോളജിയിലും സോഷ്യൽ സയൻസിലും ഒരു ഫിനോമിനോളജിക്കൽ ടേൺ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യനെ ജീവി എന്നുള്ള നിലയ്ക്ക് കാണുകയും ഇപ്പം സുന്ദർ സാരിയുമായി ആത്മരൂപം കൂടി 2 സീക്കലായിട്ടുള്ള പുസ്തകങ്ങളും ഈ അനികേജാവരുടെ പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ ടച്ച് നോൺ ടച്ച് എന്നുള്ളതിനെ ഒരു ഇന്ദ്രിയ അനുഭവമായിട്ട് തന്നെ എടുത്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അതെല്ലാം പറഞ്ഞേക്കുന്നതാണ് എനിക്ക് പറഞ്ഞത് ഈ ഓബ്ലിയറിയം. നിങ്ങൾ റിസർച്ച് എത്തിക്സിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇതുവരെ നടന്ന റിസർച്ച് ഒന്ന് വായിക്കേണ്ടതുള്ളതല്ല. അതിന്റെ ഭാരം ഉണ്ടാവരുത്. ഇങ്ങനെ നിലനിൽക്കാൻ ഒരു ആവശ്യമില്ല. ഇപ്പൊ നീ പറഞ്ഞത് എത്ര നമ്മൾ എത്തിക്സിനെ കുറിച്ച് പഠിച്ചാലും നമ്മളുടെ ബിഹേവിയർ എത്തിക്കലാവണം ഒരു നിർബന്ധമില്ല. അത് ശരി. എത്ര തന്നെ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ സംഗീതത്തെ കുറിച്ച് പഠിച്ചാലും ആ വിജ്ഞാനിയുടെ പാട്ട് മറ്റേ എന്റെ പാട്ടിനേക്കാൾ നന്നാണെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ല, പാടുന്ന വേണ്ടി വേറെയും എഴുതുന്ന പഠിക്കുന്ന വേറെയാണ്. പഠിക്കുന്ന മറ്റുള്ളവരായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യാം. പാടുന്നവരായിട്ടാണ് താരതമ്യം. അല്ലാണ്ട് പാടുകയും പഠിക്കുകയും പഠിക്കുന്ന ആളുകളുടെ യാതൊരു ആധികാരികത ഇതിനകത്തില്ല. അതായത് പാട്ടില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അത് വളരെ ശരിയാണ്. ഒരു അറിവുകൊണ്ടിപ്പം എന്താണ് അത് പോട്ടെ. അപ്പൊ ഞാനാണെന്നല്ല എനിക്ക് വികാരം, രണ്ടാമത്തെ അറിവ് എല്ലാവർക്കും വികാരം. ജൂഡിത്ത് ബട്ട്ലറിന്റെ പ്രിക്കാരിയസ് ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഉള്ള ചില പരാമർശങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ എഴുതി വായിക്കാൻ ഒരു ശ്രമിക്കും. 2 പാരഗ്രാഫ് വായിക്കും. 2 പാരഗ്രാഫ് വരെ ശ്രമിക്കും. ദുഃഖം ഒരു വിമത വികാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഓൺലൈൻ ജേണൽ എഴുതുകയാണ്. ആ ഓൺലൈൻ ജേണൽ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ അത് നിലവിലില്ല, എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുന്നത്, നമ്മൾ കോൺഫറൻസ് ഇരിക്കുന്നത് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. മരണത്തെ ജീവിതം കൊണ്ട് മാത്രം അതിജീവിക്കാനാവില്ല. TNJ നേതി എന്ന് പറയുന്ന ഒരു ലേഖനത്തിലുള്ള ഭാഗമാണ്. നജ്മൽ ബാബു എന്ന TNJ മരിച്ചപ്പോൾ ഏറ്റവും ദുഃഖം അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ പലതരത്തിൽപ്പെട്ട സുഹൃത്തുക്കളാണ്. ജീവിതത്തിൽ എല്ലാം സുഹൃത്തുക്കളായിരുന്ന ആ മനുഷ്യന്റെ മേൽ മരിച്ചതോടെ അവർക്ക് യാതൊരു അവകാശവും ഇല്ലാതായി. തങ്ങൾക്ക് എന്തോ കുറ്റം ചെയ്ത ഒരാളെന്ന ബോധമാണ് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് 2 സമയത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്ന്, എന്റെ ഭരണ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് അത്ര അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല.
ഒരു ക്യൂർ ആയിട്ട് ഒരു പേഴ്സണാണ് ആത്മഹത്യ ചെയ്തു ഗോവയിൽ വെച്ച്. കേരളത്തിൽ വലിയ അല്ലുവിളികളുണ്ടായ സാധനമാണ്. വീട് വിട്ടിറങ്ങുന്നത് വീട്ടുകാർ വലിയ ക്രൂരതകളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ മരിച്ചതോടുകൂടി അത് കുടുംബക്കാരുടെ മാത്രം അവകാശമാവുകയും കേരളത്തിലെ പുരോഗമനവാദികൾ ഒന്നടക്കം ആ കുടുംബക്കാരോടൊപ്പം ചേർന്ന് ക്യൂർ പൊളിറ്റിക്സിനെ ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജോയ് ആശുപത്രിയിൽ കിടന്നപ്പോൾ 2 തവണ ഞാൻ ബൈസ്റ്റാൻഡറായി കൂടെ നിന്നിട്ടുണ്ട്. ജോയ് മരിച്ചു കിടന്നപ്പോൾ ഞാൻ എന്നിൽ നിന്നും പുറത്തിറങ്ങി എനിക്ക് കൂട്ടിയിരുന്നു. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോൾ, അതിൽ വിലപിക്കുമ്പോൾ നമ്മൾ മാത്രമല്ലെന്നും മറ്റുള്ളവരുമായിട്ടുള്ള കെട്ടുപാടുകളും ബന്ധങ്ങളുമാണ് നമ്മളെ നിർമ്മിക്കുന്നതെന്നും മനസ്സിലാവും. അയാളുമായുള്ള ബന്ധം കൂടിയാണല്ലോ ഞാനെന്ന് തിരിച്ചറിയുന്ന നേരമാണത്. ഈ ദുഡിപ്പണ്ടറിനെ വളരെയധികം ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് എന്റെ കാര്യമാണ്. ദുഡിപ്പണ്ടറിന്റെ മലയാളമാണ്. അയാളില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും ഇല്ല. എന്നെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിലപിക്കുമ്പോൾ നമ്മൾ സ്വച്ഛത, ഓട്ടോണമി വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ഇൻഡിവിജ്വൽ എങ്ങനെയാണ് വളർന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ദുഃഖം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. വികാരത്തിന് നമ്മൾ അഫക്റ്റ് എന്നാണല്ലോ പറയുന്നത്. ബാധിക്കുന്നതാണ് വികാരം. ദുഃഖം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു. അതിൽ ഞെട്ടലും പ്രതിഷേധവും നിരാശയും വേണം. സ്വയം വീണ്ടെടുക്കാനുള്ള ശ്രമമുണ്ട്. സ്പിനോസ പറയുന്നത് ബന്ധങ്ങളാൽ ബാധിക്കുന്നതാണ് അഫക്റ്റ് അഥവാ വികാരം എന്നാണ്. എന്ന് വെച്ചാൽ ബാധിക്കാനും ബാധിതമാവാനുമുള്ള ശക്തി. അഫക്റ്റിന് ബി രാജീവൻ ഭാവശക്തി എന്ന് മലയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ ഇതിനെ മുൻകൂട്ടിയാണ്. ദുഃഖം നമ്മളെ നമ്മിൽ നിന്ന് തന്നെ പുറത്തെടുക്കുന്നു, മറ്റുള്ളവരുമായി കൂട്ടിക്കെട്ടുന്നു, നമ്മുടേതല്ലാത്ത ജീവിതങ്ങളിൽ നമ്മളെ പ്രതിഷ്ഠിക്കുന്നു. ദുഃഖത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ദുഃഖം ഒരാളുടെയും വകയാണ്. നിങ്ങൾക്ക് സങ്കടം വരുന്നു, അതിനാൽ എനിക്കും സങ്കടം വരുന്നു. ഈ പകർച്ചയില്ല ദുഃഖത്തിന്, പറ്റിപ്പിടിക്കലുമുണ്ട്. സ്നേഹം എന്നാൽ എണ്ണ എന്നാണ് താത്പര്യമെന്നും ഒട്ടിപ്പിടിക്കലാണ് ഇതിന്റെ സ്വഭാവമെന്നും ഇവിടെ ഓർക്കാം. വികാരങ്ങളെല്ലാം ഒട്ടിപ്പിടിക്കുന്നവയാണ്. ബന്ധങ്ങളിലാവുക എന്നാൽ മാറ്റങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ ലൈംഗിക ഉന്മുഖത ഒറ്റയ്ക്കുള്ളൊരു കൈവശാവകാശം അല്ലെങ്കിൽ പൊസഷൻ ഇല്ല, മറ്റേ ആളുകൾ കൂടി നിർവചിക്കപ്പെടുന്നതാണ്. ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് പോലെ ശരീരം എപ്പോഴും മറ്റുള്ളവരുടെ നോട്ടത്തിന് വിധേയമാണ്. ഒരു പൊതു സ്വഭാവമുണ്ട് അതിന്. അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇപ്പൊ ഈ ഇവിടെ നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത് ബട്ട്ലർ ഈ പ്രിക്കാരിയസ് ലൈഫിൽ രാമെന്ന് പറയുന്ന ഈ ഭാഗമാണ്. അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ വ്യക്തി എന്ന നിലയ്ക്കുണ്ട്, വിവേചനങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഒരു കലക്റ്റീവ് എന്ന നിലയ്ക്കുമാണ്. സ്ത്രീകൾ, തൊഴിലാളികൾ, വിമതലേഖകർ ഇതെല്ലാം ഒരു കലക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയും വിവേചനങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം കൂട്ടം എന്ന നിലയ്ക്കും ആണ് നിൽക്കുന്നത് എന്ന് ബട്ട്ലർ ചൂണ്ടിക്കാണിക്കും. വാക്യം വായിക്കുന്നില്ല, ഇനി ഈ ഒരു ഭാഗം കൂടി വായിക്കും. ഈ ദുഃഖം എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്സ് അത് രേഷ്മയുടെ റിസർച്ചിനെ റെഫറൻസ് കൊടുത്തുകൊണ്ട് പറയുന്നത് ശരിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കലൈമലർ എന്ന സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മീറ്റിംഗിൽ നടന്ന സംസാരങ്ങളെ പറ്റി രേഷ്മ ഭരദ്വാജ് തന്റെ ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. ഈ ശബരിമല അയ്യപ്പന്റെ കാര്യം. തങ്ങൾ ശബരിമല അയ്യപ്പനോട് വൈകാരികമായി ഐക്യപ്പെട്ടത്, ഈ കലൈമലർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ക്യൂർ ഓർഗനൈസേഷനാണ്. തങ്ങൾ ശബരിമല അയ്യപ്പനോട് വൈകാരികമായി ഐക്യപ്പെട്ടത് അയ്യപ്പന്റെ ദുഃഖവുമായി ഐക്യപ്പെട്ടുകൊണ്ടാണെന്ന് പലരും പറഞ്ഞ കാര്യമാണ് രേഷ്മ വിശകലനം ചെയ്യുന്നത്. രക്ഷിതാക്കൾ കാട്ടിൽ ഉപേക്ഷിച്ച അയ്യപ്പനെ പന്തളം രാജാവ് ദത്തെടുത്ത് വളർത്തി എന്നാണല്ലോ ഐതിഹ്യം. എന്നാൽ തങ്ങൾക്ക് ഒരു കുട്ടി പിറന്നതോടെ രാജ്ഞിക്ക് അയ്യപ്പനോട് വിപ്രതിപത്തി വരികയും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച ദൗത്യം ഏൽപ്പിച്ച് കാട്ടിലേക്ക് പറഞ്ഞു. നമുക്കറിയുന്ന രീതിയാണ്. അപ്പൊ അയ്യപ്പൻ താൽക്കാലികമായിട്ടെങ്കിലും അനുഭവിച്ച നിർബന്ധിത പലായനവും ദുഃഖവുമാണ് ഇവരെ അയ്യപ്പനോട് വൈകാരികമായിട്ട് അടുപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാള് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇന്ത്യക്കകത്ത് തന്നെ പലായനം ചെയ്യും. ബാംഗ്ലൂരിലേക്ക് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവുക, കേരളം വിട്ടു പോവുക, ഇങ്ങനെയുള്ള പലായനങ്ങളാണ് അവരുടെ മുമ്പിൽ വന്നത്. അപ്പൊ അയ്യപ്പനോട് അവരെ അടുപ്പിച്ചത് ഈ ഒരു വീട്ടുകാരാൽ കെട്ടിയോടിക്കപ്പെട്ടതിലുള്ള ദുഃഖം പറയുന്നൊരു വികാരമാണെന്നുള്ളതാണ് പറയുന്നത്. കേരളത്തിലെ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗക്കാർ ഏതെങ്കിലും പറയുന്ന നിർബന്ധിത പലായനത്തിന്റെ ദുഃഖം കഠിനമായി അനുഭവിക്കുന്നുണ്ടാണ്. ബാക്കി ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ ഇത് എഴുതിയത് ഷാലു എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാള് കോഴിക്കോട് വെച്ച് കൊല്ലപ്പെട്ട സമയത്ത് എഴുതിയ ഒരു കുറിപ്പാണ്. ദുഃഖം എന്ന വിമത വികാരമാണിത്. കാരണം
അതാണ് ഞാൻ ബട്ട്ലറിലേക്ക് കണ്ടത്. കാരണം ബട്ട്ലർ പറയുന്നത് മുമ്പേ തന്നെ റിയലിന്റെ ഭാഗം അല്ലാത്ത ഒരു ശരീരം, മരിച്ചു കഴിഞ്ഞ ശരീരം ശരിക്കും മരിക്കുമ്പോൾ നമുക്കൊരു വികാരം ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു തമിഴ് സ്വദേശിയായിട്ടുള്ള ഒരാളെ ആരെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടത്തി നമ്മൾ കണ്ണിലത് പേടിക്കും. കാരണം അവര് മനുഷ്യാവകാശത്തിലുള്ള വ്യക്തിയായിട്ട് നമ്മുടെ ഇപ്പൊ അംബേദ്കർ പറയുന്ന പോലെ നമ്മുടെ മോറൽ സെൻസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അത് എക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർ മരിച്ചാലും നമ്മളെ ബാധിക്കുന്നത്. നിർഭയന്റെ പ്രശ്നം ബാധിക്കുന്നത് പോലെ മിനിറ്റിൽ വെച്ച് നടക്കുന്ന ആദിവാസി ദളിത് റേപ്പ് കൊലപാതകങ്ങൾ ബാധിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതൊക്കെയാണ് ആലോചിച്ചത്. ഈ രണ്ട് കാര്യങ്ങളും എന്റെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ്